ഞാനിവിടെ എത്തി. ഞാൻ ഇന്ന് വണ്ടി പാർക്ക് ചെയ്യട്ടെ? ആ ഇക്ക, നിങ്ങൾ വേഗം വാ. ഗീതയെ ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടാണ് ഇതിന് ഇറങ്ങി തിരിക്കുന്നത്. ഇക്ക, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഇത് നടക്കും, ഉറപ്പായിട്ട് നടക്കും. അല്ല ഗീത, നമ്മളിതിൽ ഇവിടെ വന്നേ നേരിട്ട് അങ്ങ് പോയാ പോരായിരുന്നോ? ഇക്ക ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചു പോകാലോന്ന് വിചാരിച്ചു. അല്ലിക്ക, ഇതെന്തൊരു കോല? എന്നെക്കാൾ 5 വയസ്സ് മാത്രമല്ലേ നിങ്ങൾക്ക് കൂടുതലുള്ളൂ, എന്നിട്ട് കോലം നോക്കിയേ. പ്രായമൊക്കെ ആയില്ലേ? എന്നാലും പണ്ട് എങ്ങനെ നടന്ന ആളാ? ആ, അതൊക്കെ ഒരു കാലം. കുടുംബത്തിന് ബാധ്യതയില്ലായിരുന്നു ഇത്രയും നാള്. ബാധ്യതയിലൊന്ന് തീർന്നപ്പോൾ ഞാൻ ഇങ്ങനത്തെ പരിപാടി. നിങ്ങൾക്ക് ജിമ്മിലെല്ലാം പോയിക്കൂടെ? ജിമ്മിലോ? ഞാനോ? ഇപ്പൊ തന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര തിരക്കില്ല. നീ ഇപ്പൊ കൊറേ ദിവസമായില്ലേ എന്നെ വിളിച്ച് നിർബന്ധിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് മാത്രം ഞാൻ വന്നേ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇതും പഴയതുപോലെ തന്നെ ആയിരിക്കും അവസ്ഥ. നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിലും നെഗറ്റീവ് പറയല്ലേ. ഇത് നടക്കുന്ന എന്റെ മനസ്സ് പറയുന്നേ. നടക്കുന്നെങ്കിൽ നടക്കട്ടെ, വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഇക്ക, എന്നാ നമുക്ക് പോയാലോ? ആ, എന്നാ വിടാം. ഇക്ക, ഇതാ വീട്. വലിയ വീടൊക്കെ ആണല്ലോ. അതിന് ഇക്കാന്റെ വീടും ഇത്ര തന്നെ ഇല്ലേ? ആ, ഇപ്പത്തെ വീടുണ്ട്. പണ്ടത്തെ വീടിന്റെ അവസ്ഥ എനിക്കറിയില്ലേ. ഞാൻ കോളിംഗ് ബെൽ അടിച്ചു നോക്കട്ടെ. അല്ല, നീ നമ്മൾ വരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ? അല്ല ഗീത, അത് ചോദിച്ചപ്പോ എന്താ നിന്റെ മുഖത്തൊരു ഭാവ വ്യത്യാസം? അത് പിന്നെ ഇക്ക. എന്തേ, നീ അവരോട് പറഞ്ഞിട്ടില്ലേ? ഇക്ക, അത് പിന്നെ അവരോടൊന്നും പറയാതെയാണ് നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഞാൻ തിരിച്ചു പോകുന്ന. എനിക്ക് വയ്യ നാണം കെടാൻ. അയ്യോ ഇക്ക, നിങ്ങൾ പോവല്ലേ? അല്ല, വീട്ടുകാരോടൊന്നും പറയാതെയാണ് ഞാൻ ഇങ്ങ് വരണ്ടേ? എന്നാലും ഗീത, നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നീ നിർബന്ധിച്ചോണ്ട് മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇക്ക, നിങ്ങൾ പോവല്ലേ? ഇനി അകത്ത് ചെന്ന് ഞാൻ നാണം കെടണോ? ഇക്ക, നിങ്ങൾ നാണം കേടില്ല, അത് ഞാൻ ഉറപ്പ് തരാം. ഇങ്ങ് വരാൻ വേണ്ടിയുള്ള ഉറപ്പ് തന്നത് നീയല്ലേ? എന്നിട്ടോ അവരോടൊന്നും പറഞ്ഞതുമില്ല. ഇനി അകത്ത് ചെല്ലുമ്പോ എന്താ സംഭവിക്കുന്ന ആർക്കറിയാം? ഇക്ക, ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നെ വിശ്വസിക്കേ. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, എന്നാ പിന്നെ കേറിയേക്കാം. എന്നാ വായിക്കാം, ഞാൻ കോളിംഗ് ബെൽ അടിക്കാം. അല്ല ഗീതേ, നീ എന്തൊരു മുന്നറിയിപ്പില്ലാതെ? കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് നീയായിരിക്കുന്ന്. അല്ല ഗീതേ, ഇതാരാ നിന്റെ കൂടെ? എല്ലാം പറയാം. അല്ല, റസിയ എവിടെ? അവളകത്തുണ്ട്, ഞാൻ വിളിക്കാം. റസിയ, ഇങ്ങ് വന്നേ. ആ ഇത്താ, ഞാൻ വരുന്നു. ആരാ വന്നേ? നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാ. ആരാണെന്ന് അറിയണമെങ്കിൽ നീ വേഗം ഇങ്ങ് വാ. ഗീതയോ? നിങ്ങൾ വായിരിക്കേ. ഗീതേ, അതാണ് നീ പറഞ്ഞ ആള്? ആയിക്ക, അതന്നെ ആള്. ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയൊന്നും പറ്റില്ല. ആദ്യമായിട്ട് ഞങ്ങള് വരെ വരുന്നല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. എന്നൊരു ഗ്ലാസ് വെള്ളം മതി. ഇവിടെ സ്ക്വാഷ് ഉണ്ട്, ഞാൻ കലക്കിക്കൊണ്ട് വരാം. അല്ല ഗീതേ, വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണോ? ഇല്ല, ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല, ഇനി പോണം. റസിയ, പിന്നെ ഞാൻ വന്നത് റസിയക്കും കൂടി ആവശ്യമുള്ള ഒരു കാര്യത്തിനാ. എനിക്ക് ആവശ്യമുള്ള കാര്യോ? അതെ റസിയ. എന്ത് കാര്യം? ഇതാണ് റഷീദിക്ക. ഇക്കാക്ക് ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ അടുത്തോ? അതേതാ? S&S സൂപ്പർ മാർക്കറ്റ്. ഓ, S&Sോ? ഞങ്ങൾ ഈ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മൊത്തം അവിടുന്ന് വാങ്ങിക്കല്. അത് കൊള്ളാലോ. റസിയ, ഞങ്ങളിപ്പോ ഇവിടെ വന്നതിന്റെ കാര്യം ഒരു ചെറിയൊരു പെണ്ണ് കാണലായിട്ടാണ്. പെണ്ണ് കാണലോ? അതേ റസിയ, എത്ര നാളായി നീ ഇങ്ങനെ തനിയെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ മിക്കവാറും ഈ വീട്ടുകാരെ കൊണ്ട് എന്നെ തല്ലു ഒളിപ്പിക്കും. റസിയ, നീ ഇതവർക്ക് കൊടുത്തേ? ഇത്ത, നിങ്ങൾ കൊടുത്തോ? ചേടാ, അതിഥികളെ സൽക്കരിക്കാൻ സാധാരണ ഇവക്ക് ഭയങ്കര ഉഷാറാണല്ലോ. ഇതെന്തു പറ്റി? റസിയ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാനെന്ത് മറുപടി അറിയാനോ? ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നേ? റഷീദിക്ക നല്ല തങ്കപ്പെട്ട മനുഷ്യനാ. കുടുംബത്തിന് മൊത്തം ഉത്തരവാദിത്തവും ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നോക്കിയ ആളാ. ഈ സൂപ്പർ മാർക്കറ്റ് തന്നെ റഷീദിക്ക കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. കുറെ ബാധ്യതയെല്ലാം കല്യാണമെല്ലാം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കല്യാണ ഇപ്പൊ ബാധ്യതയെല്ലാം തീർന്ന് പുള്ളി ഫ്രീ ആയി. വയസ്സ് കൂടിയത് മാത്രമേ ഇപ്പൊ പുള്ളിക്കാരന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ആയിട്ടുള്ളൂ. റഷീദിക്കാന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം. ഒരു കുടുംബം പോലെ കഴിഞ്ഞ വീട്ടുകാരാ ഞങ്ങള്. റസിയ, നീയും കുറെ ആയില്ലേ ഇങ്ങനെ തനിയെ? അതിനൊരു കാരണക്കാരി ഞാനും കൂടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. അതായിരുന്നോ കാര്യം? ഗീതേ, നീ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കല്യാണം വേണ്ടെന്ന് വെച്ചത് നിങ്ങളോടുള്ള വാശിപ്പുറത്തല്ല. സുഭാഷേട്ടൻ നിന്നെ കല്യാണം കഴിച്ചതിന് എനിക്കൊരു എതിർപ്പില്ല. ആ കല്യാണം നടക്കാതെ പോയതിന് ഒറ്റ കാരണം എന്റെ ഉപ്പാന്റെ വാശി മാത്രം. അതിനെനിക്ക് നിന്നോട് സുഭാഷേട്ടനോട് ഒരു പിണക്കവും ഇല്ല. പണ്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ ഇപ്പോൾ അതൊന്നും എന്നെ മനസ്സിലില്ല. എന്നാലും റഷീദിക്കാന്റെ കാര്യം ആലോചിച്ചൂടെ? കല്യാണം ഞാൻ വേണ്ടാന്ന് പണ്ടേ വിചാരിച്ച. ആ തീരുമാനം തന്നെ ശരിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല, എന്റെ ഇക്കായും ഇത്തായും അവരുടെ മക്കളും എന്റെ ഫാമിലി. വേറൊരാളെ മൊത്തമുള്ള ഒരു ഫാമിലിയെ കുറിച്ച് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്ന പോലെ ഇല്ല. അപ്പൊ എന്റെ 23ാമത്തെ പെണ്ണുകാണലും ഫ്ലോപ്പായി. റഷീദിക്കൊരു നല്ല മനുഷ്യനാണെന്ന് ഗീത പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഗീത വിഷമിക്കണ്ട, റഷീദക്കൊക്കെ പറ്റിയൊരു പെണ്ണിനെ എനിക്കറിയാം. അതാരാ? ഇത്താക്കറിയില്ലേ ഫാത്തിമാനെ? ഏത് ഫാത്തിമ? എനിക്ക് കൊറേ ഫാത്തിമാനെ അറിയാം. എന്റെ കൂടെ പഠിച്ച ഫാത്തിമയില്ലേ, LP സ്കൂളിലെ ടീച്ചറായിട്ടുള്ളേ? അവളുടെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ലേ? ഇല്ലിത്താ, ഓളും ഇതുപോലെ തന്നെ. കുടുംബത്തിന്റെ എല്ലാ കാര്യം നോക്കി വന്നപ്പോഴേക്കും ഓക്കും പ്രായം കൂടി പോയി. പിന്നെ വന്ന ആലോചനകളൊന്നും ശരിയാവാത്തോണ്ട് ഓൾ ഇതുവരെ നിക്കാഹ് കഴിച്ചിട്ടില്ല. റഷീദിക്ക എന്നാൽ തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ഇപ്പൊ തന്നെ പെണ്ണ് കാണാൻ പോവാം. അപ്പൊ 23ാമത്തെ പെണ്ണ് കാണില്ലെങ്കിൽ എനിക്ക് ഭാഗ്യമുണ്ട്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങിയാലോ? എങ്ങോട്ടേക്കായിക്കാ? ഫാത്തിമാന്റെ വീട്ടിലേക്ക്. അല്ല, ഞാൻ ജ്യൂസ് പിടിച്ചു വെക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. ജ്യൂസ് എല്ലാം നമുക്ക് ഫാത്തിമാന്റെ പിടിച്ചു കുടിക്കാം അല്ലേക്കാ? ഒന്ന് പോകീതേ.